അസദ് സർക്കാർ വീണിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ സിറിയയിൽ നിന്ന് വരുന്നത് ഹൃദയഭേദകമായ വാർത്തയാണ്. സിറിയയിൽ നിന്ന് കാണാതായ 1 ലക്ഷം ആളുകളിൽ മിക്കവരും മരിച്ചു എന്നാണ് റിപ്പോർട്ട്. ഫാദൽ അബ്ദുൽ ഖാനിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സിറിയയിൽ വർഷങ്ങളായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നതും ഒരു തുമ്പുമില്ലാതെ അപ്രത്യക്ഷമായവരുടെ വലിയൊരു ലിസ്റ്റ് SNHR തയ്യാറാക്കിയിരുന്നു. ഓരോ ജോലിയിൽ നിന്നും കഴിയുന്നത്ര തടവുകാരെ മോചിപ്പിച്ചതായും SNHR വ്യക്തമാക്കുന്നു. അസദ് ഭരണകൂടം ഏകദേശം 1,36,000-ഓളം പേരെ ബലം പ്രയോഗിച്ച് തടവിലാക്കുകയും നാടുകടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് രേഖകൾ വെളിപ്പെടുത്തുന്നു. ഇതിൽ 5,000-ലധികം കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്ന് അബ്ദുൽ ഖാനി പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പരമാവധി 31,000 പേരെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചതെന്ന് SNHR വെളിപ്പെടുത്തുന്നുണ്ട്. കാണാതായവരിൽ മിക്കവരും കൊടിയ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടുവെന്നാണ് അബ്ദുൽ ഖനിയുടെ നിഗമനം. കാണാതായ ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി സിറിയക്കാർ ജയിലുകളിലും ആശുപത്രികളിലും തിരച്ചിൽ നടത്തുകയാണ്. സിറിയയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ജയിലായ സെത്നയിൽ 10,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അബ്ദുൽ ഖാനി പറയുന്നു. ഇവിടെ നിന്ന് ഏകദേശം 1,600 തടവുകാരെയാണ് മോചിപ്പിച്ചത്. നിരവധി മൃതദേഹങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട്. ആളുകൾ മുഖം പൊത്തിയാണ് മോർച്ചറികളിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് അൽ മുജ്താഹിദ് ആശുപത്രിയിലെ ഡോക്ടർ ഷാദ് ബൗ ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ദമാസ്കസിന് പുറത്തുള്ള ഗ്രാമപ്രദേശത്തെ ഒരു ആശുപത്രിയിൽ നിന്ന് 35ഓളം മൃതദേഹങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. അവരെല്ലാം സെത്ന ജയിലിൽ നിന്നുള്ളവരാണെന്നും അവരുടെ വസ്ത്രങ്ങൾ തടവുകാരുടേതായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പല മൃതദേഹങ്ങൾക്കും 1 മാസത്തോളം പഴക്കമുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. മിക്കവരും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് അവരുടെ മൃതശരീരങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും ഡോക്ടർ പറയുന്നു. അസദ് ഭരണകൂടം തടവിലാക്കിയിരുന്ന 38 പേരുടെ മൃതദേഹങ്ങളാണ് മുസ്താഹിദ് ആശുപത്രിയിലുള്ളത്. ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിലാണ് മിക്കവരും മരണത്തിന് കീഴടങ്ങിയതെന്നതിനാൽ മുഖങ്ങൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഏതാനും പേർ കൊല്ലപ്പെട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞതിനാൽ മുഖങ്ങൾ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആശുപത്രി മോർച്ചറിയും ബോഡി ബാഗുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിരവധി പേരാണ് പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അന്വേഷിച്ച് ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മെലിഞ്ഞു ശോഷിച്ചവയാണ് മൃതദേഹങ്ങളെല്ലാം തന്നെ. സാരമായ ചതവുകളും ഒടിവുകളും ഉൾപ്പെടെ മർദ്ദനത്തിന്റെ പാടുകൾ എല്ലാ മൃതദേഹങ്ങളിലുമുണ്ട്. മരിച്ചവരിൽ ഒരാൾ ഡയപ്പർ ധരിച്ചിരുന്നു. മറ്റൊരാളുടെ നെഞ്ചിലുടനീളം സ്റ്റിക്കർ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നു. ജയിലിൽ ഉപയോഗിച്ചിരുന്ന നമ്പർ ഈ ടേപ്പ് കൊണ്ട് നെഞ്ചിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫോട്ടോകൾ കണ്ട് ഉറ്റവരെ തിരിച്ചറിയാൻ സാധിക്കാത്തവർ മോർച്ചറിയിലെത്തി മൃതദേഹങ്ങൾ നേരിട്ടും പരിശോധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളങ്ങൾ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്നാണ് അവർ തിരയുന്നത്. എന്നിട്ടും തിരിച്ചറിയാനാകാതെ മൊബൈൽ ഫോണിൽ ഫോട്ടോയെടുത്ത് മടങ്ങുന്നവരുമുണ്ട്. ഒരു പതിറ്റാണ്ടിനോ അതിനു മുൻപോ അസദ് ഭരണകൂടം തടവിലാക്കിയവരുടെ ബന്ധുക്കളും ആശുപത്രിയിൽ എത്തുന്നുണ്ട്.